ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. ഗ്രന്ഥകർത്തിയുടെ ലഘുജീവചരിത്രം. ജനനവും ബാല്യവും. മരിയ വാൾത്തോർത്ത 1897 മാർച്ച് 14 ഇറ്റലിയിലെ കസേർത്ത എന്ന സ്ഥലത്ത് ജനിച്ചു. അവളുടെ പിതാവ് ജോസഫ് മാന്തോവായിലെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനും അവളുടെ അമ്മ ഇസബെ ഫിയോറാവൻസി ക്രിമോണായിലെ ഒരു ഫ്രഞ്ച് അധ്യാപികയുമായിരുന്നു. ജനനത്തിൽ തന്നെ മരണത്തോട് മല്ലിടേണ്ടി വന്ന മരിയ ഏകപുത്രിയായി. അവളെ പാലൂട്ടി വളർത്തുന്നതിന് ഒരു ആയയെയും ഏർപ്പെടുത്തി. ആ സ്ത്രീ അത്ര നല്ലവളായിരുന്നില്ല. മരിയക്ക് 1.5 വയസ്സുള്ളപ്പോൾ കുടുംബം റൊമാനിയയിലെ ഫയൻസിയയിലേക്ക് താമസം മാറ്റി. 1901 വീണ്ടും മാറി താമസിക്കേണ്ടി വന്നു. അങ്ങനെ മരിയയെ മിലാനിലുള്ള ഏഴ്സലൈൻ സിസ്റ്റേഴ്സിൻ്റെ കിൻഡർഗാർട്ടൻ സ്കൂളിൽ ചേർത്തു. 4.5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഈശോയെപ്പോലെ സഹിച്ച് ഈശോയെ സ്നേഹിച്ച് ആശ്വസിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. 1904 7 വയസ്സുള്ളപ്പോൾ മരിയയെ വിയാമെൻറ്റി സെപ്റ്റംബറിൽ മർസലൈൻ സിസ്റ്റേഴ്സ് നടത്തിയിരുന്ന പ്രൈമറി സ്കൂളിൽ ചേർത്തു. അവിടെ ആരംഭം മുതൽ മരിയ ക്ലാസ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. അവിടെ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് 1905 മെയ് 30 അവൾ പുണ്യചരിതനായ കർദിനാൾ ആൻഡ്രേയ ഫെറാറിയിൽ നിന്നും സൈര്യലേപനം സ്വീകരിച്ചത്. അത് അവളെ സ്നേഹത്തിൻ്റെ അരൂപിയിൽ നിറച്ചു. വീണ്ടും അവളുടെ പിതാവിന് ലഭിച്ച സ്ഥലം മാറ്റം നിമിത്തം 1907 സെപ്റ്റംബറിൽ കുടുംബം വെഗേറ എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും മരിയ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ആ സ്കൂളിൽ ഫ്രഞ്ച് പഠിപ്പിച്ചിരുന്ന സന്യാസ സഭാംഗങ്ങളുമായി പരിചയപ്പെടുന്നതിന് അവൾക്കിടയായി. അങ്ങനെ ദൈവസ്നേഹത്തിൽ വളരുന്നതിനും 1908 ഒക്ടോബർ ആദ്യ ഞായറാഴ്ച പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്നതിനും സാധിച്ചു. എന്നാൽ അവളുടെ പിതാവ് ആ ചടങ്ങിൽ പങ്കെടുക്കാനില്ലാതിരുന്നത് അവളെ വളരെ വേദനിപ്പിച്ചു. അവളുടെ അമ്മയാകട്ടെ ഒരു പരുക്കൻ പ്രകൃതിക്കാരിയും പിതാവിൻ്റെ സാന്നിധ്യം അത്ര ആവശ്യമൊന്നുമല്ല എന്ന അഭിപ്രായക്കാരിയുമായിരുന്നു. മോൺസായിലെ ബോർഡിംഗ് സ്കൂളിൽ അമ്മയുടെ കാർക്കശ്യത്തിൽ നിന്നും കുട്ടിയെ രക്ഷിക്കുവാൻ 12 വയസ്സിൽ മരിയയെ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. ഉണ്ണിമേരിയുടെ ഉപവി സഹോദരികൾ നടത്തിയിരുന്ന വളരെ ശ്രേഷ്ഠമായ ആ സ്ഥാപനം മരിയയ്ക്ക് സ്വന്തം ഭവനം പോലെ അനുഭവപ്പെട്ടു. മരിയയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയ സഹോദരികൾ അവളെ വാത്സല്യപൂർവ്വം വാൾത്തോർത്തിനോ എന്ന് വിളിച്ചിരുന്നു. പഠനത്തിലുള്ള അവളുടെ താല്പര്യം, ക്രമം, വിധേയത്വം ഇവയെല്ലാം അവളെ മാതൃക വിദ്യാർത്ഥിനിയാക്കി. എന്നാൽ അവളുടെ അമ്മയുടെ ആഗ്രഹം അവൾ ശാസ്ത്ര സാങ്കേതിക പഠനങ്ങൾ നടത്തണമെന്നതുകൊണ്ട് അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെങ്കിലും ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുവാൻ തുടങ്ങി. പക്ഷേ അവൾ ഗണിതശാസ്ത്ര പരീക്ഷയിൽ ദയനീയമായി പരാജയപ്പെടുകയും അങ്ങനെ കുറേ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കൂടുതൽ ഉത്സാഹത്തോടെ പരിശ്രമിച്ച് അവൾ നിർത്തിവച്ചിരുന്ന സാഹിത്യ പഠനം പൂർത്തിയാക്കി നഷ്ടപ്പെട്ട സമയം വീണ്ടെടുത്തു. 5 വർഷത്തെ തിക്തമായ സ്കൂൾ വിദ്യാഭ്യാസവും 4 വർഷത്തെ സന്തോഷപ്രദമായ കോളേജ് പഠനവും കഴിഞ്ഞ് അമ്മയുടെ കൽപ്പനയനുസരിച്ച് അവൾ വീട്ടിലേക്ക് പോയി. സമാധാനം നിറഞ്ഞു നിന്നിരുന്ന കോളേജ് ജീവിതത്തോട് വിട പറയുമ്പോൾ താൻ ഉടനെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പീഡനങ്ങളും വിഷമതകളും ഓർത്ത് അവൾ ഭയപ്പെട്ടു, ദുഃഖിതയായി. കോളേജിൽ അവസാനമായി നടത്തപ്പെട്ട ബിഷപ്പ് കസാനിയുടെ ധ്യാനത്തിൽ അവളുടെ അടുത്ത ഭാവിയിലെ ജീവിതാനുഭവങ്ങളെ ഫലപ്രദമാക്കി തീർക്കുവാൻ വേണ്ട കൃപാവരത്തിനായി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അതോടൊപ്പം അവളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവും രൂപവും നൽകുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. കർത്താവ് അവളുടെ പ്രാർത്ഥന സ്വീകരിച്ചു. ദൈവം അവളിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നതെന്നും ദൈവത്തിലുള്ള ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നും അവളെ മനസ്സിലാക്കി കൊടുത്തു. ഫ്ലോറൻസിൽ 1913 വാൾത്തോർത്ത കുടുംബം ഫ്ലോറൻസിലേക്ക് മാറി താമസിച്ചു. അനാരോഗ്യം നിമിത്തം അവളുടെ പിതാവ് സർവീസിൽ നിന്നും വിരമിച്ച് വിശ്രമത്തിനായിട്ടാണ് ഫ്ലോറൻസിലേക്ക് താമസം മാറ്റിയത്. മരിയ പിതാവും ഒന്നിച്ച് പലപ്പോഴും പട്ടണത്തിലേക്ക് പോകാറുണ്ടായിരുന്നു. വിദ്യാഭ്യാസ കാലത്ത് കിട്ടിയ ആധ്യാത്മിക ശിക്ഷണത്തിൽ തന്നെ അവൾ ജീവിതം നയിച്ചു. അവളുടെ അമ്മയിൽ നിന്നും ലഭിച്ചിരുന്നതാകട്ടെ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള നിസ്സംഗതയായിരുന്നു. ഫ്ലോറൻസിൽ വെച്ച് മരിയ റോബർട്ട് എന്ന ഒരു യുവാവിനെ കണ്ടുമുട്ടി. റോബർട്ട് ധനികനും സുന്ദരനും പെരുമാറ്റത്തിൽ കുലീനനുമായിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ചു. നിശബ്ദവും ശാന്തവും പരസ്പര ബഹുമാനം നിറഞ്ഞതുമായ സ്നേഹം. എന്നാൽ മരിയയുടെ അമ്മ ആ സ്നേഹബന്ധം ആരംഭത്തിൽ തന്നെ തടഞ്ഞു. 9 വർഷം കഴിഞ്ഞു മരിയ മാരിയോ എന്നൊരു യുവാവിനെ സ്നേഹിച്ചു. മാരിയോയ്ക്ക് അമ്മയില്ലായിരുന്നു.
ആ ശൂന്യത നികത്തി ഒരു പുതുജീവൻ പകർന്ന് അയാളെ ജീവിത വിജയത്തിലെത്തിക്കാൻ മരിയ ആഗ്രഹിച്ചു. എന്നാൽ വിവാഹ വാഗ്ദാനം കഴിഞ്ഞ ആ സ്നേഹബന്ധത്തെയും അമ്മ തകർക്കുക തന്നെ ചെയ്തു. മരിയയ്ക്ക് ജീവിക്കാൻ തന്നെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു സ്നേഹം. എന്നാൽ മാനുഷിക സ്നേഹവാത്സല്യങ്ങൾ എത്ര നിസ്സാരമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിയുന്നതിന് വേണ്ടിയാണ് ഈ അനുഭവങ്ങളെല്ലാം അവൾക്കുണ്ടായത്. ഒരു സ്വപ്നം. 1916 വസന്തകാലത്ത് നിരാശയിലും കടുത്ത ദുഃഖത്തിലും കഴിഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ മരിയയ്ക്കൊരു സ്വപ്നമുണ്ടായി. കർത്താവ് അവളെ തന്നിലേക്ക് വീണ്ടും അടുപ്പിക്കുന്നതിന് നൽകിയ ആ സ്വപ്നം ജീവിതകാലം മുഴുവൻ മരിയയുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നു. സ്വപ്നത്തിൽ ഈശോയെ അവൾ കണ്ടു. ഈശോ ആദ്യം അവളോട് പിണങ്ങുകയും പിന്നീട് പ്രോത്സാഹന വാക്കുകൾ പറയുകയും ചെയ്തു. അനന്തരം പാപമോചനം നൽകി ആശീർവദിക്കുന്നതായി അവൾ കണ്ടു. ഇത് ഭാവിയിലെ അവളുടെ ദൗത്യത്തിൻ്റെ ഒരുക്കമായും മുന്നോടിയായും മരിയ മനസ്സിലാക്കി. തന്നെ പൂർണ്ണമായും ശുദ്ധീകരിച്ച അനുഭവമായിരുന്നു ഈശോയുടെ ആശീർവാദം ലഭിച്ചപ്പോൾ അവൾക്കുണ്ടായത്. അലൗകികമായ എന്തോ തൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിച്ച അനുഭവത്തിലാണ് അവൾ ഉണർന്നത്. സാമരിറ്റൻ നേഴ്സ്. 1917 മരിയ സാമരിറ്റൻ നേഴ്സുമാരുടെ സംഘത്തിൽ ചേർന്നു. 18 മാസത്തേക്ക് മിലിറ്ററി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അവിടെ മുറിവേറ്റ ഭടന്മാരെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് അവൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ വേദന സഹിക്കുന്നവരെ ശുശ്രൂഷിച്ചുകൊണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനുള്ള ആന്തരിക പ്രചോദനം അവൾക്ക് ലഭിച്ചു. പുറത്തടിയേൽക്കുന്നു. അവിചാരിതമായി ഒരു ക്രൂരത അനുഭവിച്ചത് അവളുടെ ബലിജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു. 1920 മാർച്ച് 27 അത് സംഭവിച്ചു. മരിയയും അമ്മയും കൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പുറകിൽ നിന്നും ഇരുമ്പ് കമ്പി കൊണ്ട് അവളെ ആഞ്ഞടിച്ചു. അതിൻ്റെ ഫലമായി 3 മാസം അവൾ കിടക്കയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു. ഇത് ഭാവിയിൽ അവൾ അനുഭവിക്കാനിരുന്ന വലിയ രോഗത്തിൻ്റെ മുന്നോടിയായിരുന്നു. റേജിയോ കലാബ്രിയയിൽ. ആ വർഷം ഒക്ടോബറിൽ മരിയ അവളുടെ മാതാപിതാക്കളും ഒരുമിച്ച് റേജിയോ കലാബ്രിയയിലുള്ള ഒരു ബന്ധുവീട്ടിൽ താമസിക്കാൻ പോയി. വളരെ സുന്ദരമായ ആ പ്രദേശത്ത് താമസിച്ചത് അവളുടെ മനസ്സിന് നവോന്മേഷം നൽകി. കസിൻ ക്ലോറ്റിൽഡിൻ്റെ പുസ്തകങ്ങൾ വളരെ ഉത്സാഹത്തോടെ വായിച്ചു. അവയിൽ ഒരു പുസ്തകം വഴി കർത്താവ് അവൾക്ക് ശക്തമായ ഒരു പ്രചോദനം കൂടി നൽകി. അന്റോണിയോ ഫൊഗാസാറോ എഴുതിയ വിശുദ്ധൻ എന്ന ആ പുസ്തകം അവളുടെ ഹൃദയത്തിൽ മായാത്ത ഒരടയാളം പതിച്ചു. കലാബ്രിയയിൽ വെച്ച് മരിയയ്ക്ക് ചില മാനസിക ഉൾക്കാഴ്ചകളും ലഭിക്കുകയുണ്ടായി. മുൻകാലങ്ങളിലാകട്ടെ പലപ്പോഴും മുന്നറിയിപ്പുകൾ പോലെയും അസാധാരണ അനുഭവങ്ങൾ പോലെയും ചില ദാനങ്ങൾ അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. റേജിയോയിൽ വെച്ച് വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള ഭക്തി വർദ്ധിക്കുകയും അതവളുടെ ആധ്യാത്മികതയുടെ അവിഭാജ്യ ഘടകമായി തീരുകയും ചെയ്തു. റേജിയോയിൽ വെച്ച് തന്നെ മരിയയുമായുള്ള വിവാഹനിശ്ചയം അമ്മയുടെ കുതന്ത്രങ്ങളാൽ തകരുന്നതും അവൾ മനസ്സിലാക്കി. 1922 അവർ ഫ്ലോറൻസിലേക്ക് മടങ്ങി. കൈപ്പേറിയ അനുഭവങ്ങളും ഓർമ്മകളുമായി 2 വർഷം അവിടെ ചെലവഴിച്ചു. വിയ റേജിയോയിൽ. 1924 ഒക്ടോബർ 21 വിയ റേജിയോയിൽ അവർ പുതിയതായി വാങ്ങിയ കൊച്ചുവീട്ടിൽ താമസം തുടങ്ങി. ഇവിടെ മിക്കവാറും ഏകാന്തതയിൽ അവൾ ജീവിച്ചു. വല്ലപ്പോഴും ഉല്ലാസയാത്രയായി കടൽ തീരത്തും വനത്തിലും പോകുന്നത് ദിവസവും കടയിൽ പോകുന്നതും ഒഴികെ ഏകാന്തത തന്നെയായിരുന്നു. കടയിൽ പോകുന്ന വഴിക്ക് ദിവ്യകാരുണ്യനാഥനെ സന്ദർശിക്കുന്നതിന് അവൾക്ക് സൗകര്യം ലഭിച്ചു. അങ്ങനെ അമ്മയുടെ ശകാരവർഷമേൽക്കാതെ ദിവ്യകാരുണ്യനാഥനെ സന്ദർശിച്ച് ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് അവൾ കടന്നു. ഈ കാലത്ത് നാഥനോടുള്ള സ്നേഹത്തിൽ അവൾ കൂടുതൽ പക്വത പ്രാപിച്ചു. സ്നേഹത്തിന് സമർപ്പണം. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ സ്വയംകൃത ചരിത്രം ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്ത മരിയ വിശുദ്ധയെ അനുകരിച്ച് കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ ബലിവസ്തുവായി. 1925 ജനുവരി 28 സ്വയം സമർപ്പിച്ചു. ഈ സമർപ്പണം തുടർന്ന് എല്ലാ ദിവസവും അവൾ നവീകരിച്ചിരുന്നു. അപ്പോൾ മുതൽ അസാധാരണമാം വിധം ദൈവസ്നേഹത്തിൽ അവൾ വളർന്നു. അവളുടെ വാക്കിലും പ്രവൃത്തിയിലും ഈശോയുടെ സാന്നിധ്യം അവൾക്ക് അനുഭവപ്പെട്ടു. പ്രേഷിതത്തിനുള്ള അഭിനിവേശം. കർത്താവിന് സേവനം ചെയ്യാൻ വളരെ തീക്ഷ്ണതയോടെ ആഗ്രഹിച്ചുകൊണ്ട് അവൾ വിശുദ്ധ പൗലോസിൻ്റെ സംഘം എന്ന സംഘടനയിൽ ചേർന്നു. പക്ഷേ അവൾക്ക് ലഭിച്ച ജോലി വളരെ എളിയതും അജ്ഞാതവും ദൈവത്തിന് മാത്രം അറിയാവുന്ന സഹനങ്ങളാൽ നിബിഡവുമായിരുന്നു. പ്രവർത്തനത്തെക്കാൾ സഹനം വഴിയാണ് അവൾ നാഥന് സേവനം ചെയ്തത്. എന്നാൽ 1929 ഡിസംബറിൽ അവൾ കാത്തലിക് ആക്ഷൻ സംഘടനയുടെ യുവവിഭാഗത്തിൻ്റെ കൾച്ചറൽ ഡെലിഗേറ്റായി നിയമിക്കപ്പെട്ടു.
വളരെ ഉത്സാഹത്തോടെ അവൾ കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു. ധാരാളം ആളുകൾ അവയിൽ പങ്കുകൊണ്ടു. നാമമാത്ര ക്രിസ്ത്യാനികളായിരുന്ന അനേകരും അതിൽ സംബന്ധിച്ചു. ദൈവനീതിക്കായി സ്വയം അർപ്പിക്കുന്നു, പൂർണ്ണ രോഗിണിയായിത്തീരുന്നു. ഇതിനിടയിലെല്ലാം ദൈവനീതിക്കായി സ്വയം ബലിവസ്തുവായി അർപ്പിക്കണമെന്ന ചിന്ത അവളിൽ വളർന്നുകൊണ്ടിരുന്നു. അതിനാൽ കൂടുതൽ പരിശുദ്ധവും ത്യാഗപൂർണവുമായ ജീവിതത്തിലൂടെ അവൾ സ്വയം ഒരുങ്ങുകയും ചെയ്തു. അവൾ കന്യാത്വവും ദാരിദ്ര്യവും അനുസരണവും വൃതമായി സ്വീകരിച്ച് ജീവിച്ചു വന്നു. 1931 ജൂലൈ മാസത്തിൽ ഈ വ്രതങ്ങൾ അവൾ ഒരിക്കൽ കൂടി നവീകരിച്ചു. അവളുടെ ശാരീരികവും ആധ്യാത്മികവുമായ സഹനങ്ങൾക്ക് ഒരു ശമനവും ഉണ്ടായിരുന്നില്ല. 1933 ജനുവരി 4 മരിയ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് അവസാനമായി പുറത്തിറങ്ങിയത്. 1934 ഏപ്രിൽ 1 മുതൽ അവൾക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല. സുദീർഘവും വേദന ഒന്നിനൊന്ന് കൂടിക്കൊണ്ടിരിക്കുന്നതുമായ രോഗത്തിൻ്റെ സ്നേഹപാരിവശ്യത്തിൻ്റെ ആരംഭമായിരുന്നു അത്. അവൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടുത്തെ ഒരു ഉപകരണമായി തീർന്നു. സഹനത്തിലൂടെ സ്നേഹത്തിലൂടെ പരിഹാരം ചെയ്യുക എന്നതായിരുന്നു അവളുടെ ദൗത്യം. പിതാവിൻ്റെ മരണം. 1935 മെയ് 24 മാർത്ത ഡിച്ചിയോട്ടി മരിയയുടെ വീട്ടിൽ വന്നു താമസിക്കാൻ തുടങ്ങി. അവൾ പിന്നീട് മരിയയുടെ വിശ്വസ്ത സ്നേഹിതയും സ്നേഹമുള്ള ശുശ്രൂഷകയും അവൾ രചിച്ച ലേഖനങ്ങളുടെ കേൾവിക്കാരിയുമായി തീർന്നു. മാർത്ത മരണം വരെ മരിയയ്ക്ക് സ്നേഹപൂർവ്വ സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവളോടൊത്ത് കഴിഞ്ഞുകൂടി. കഷ്ടിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ സദാ കൂടെയുള്ള ഒരു സ്നേഹിതയുടെ സാന്നിധ്യത്തിൻ്റെ ആശ്വാസം അവൾക്ക് ലഭിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ പിതാവ് ജൂൺ മാസം 30 മരിച്ചു. തനിക്കെതിരായി നിരന്തരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരിൽ നിന്നുണ്ടായ വിഷമങ്ങളും ഉപദ്രവങ്ങളും ക്ഷമിച്ച് സ്നേഹത്തോടെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്തുകൊണ്ട് സന്തോഷപൂർവ്വം ജീവിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. അവസാന നിമിഷങ്ങളിൽ പിതാവിൻ്റെ സമീപത്തിരുന്ന് അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാനോ മരണശേഷം ആ ശരീരം ഒന്ന് കാണാൻ പോലുമോ കഴിയാതെ വന്നത് മരിയയ്ക്കൊരു ജീവൻ മരണ അനുഭവം അഗാധവുമായിരുന്നു. അവളുടെ അമ്മയാകട്ടെ വൈകി വന്ന സ്നേഹത്തിൻ്റെ കുറേ പ്രകടനങ്ങൾ നടത്തിയ ശേഷം കൂടുതൽ കാർക്കശ്യവും അധികാരവും കഠിനതവും കാണിക്കാൻ തുടങ്ങി. കുടുംബത്തിലെ സർവാധിപതി എന്ന വിചാരം അവരുടെ തലയിൽ കയറിയിരുന്നു. മരിയ തൻ്റെ രോഗശൈലിയിൽ സഹനവും സ്നേഹവും തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവഹിതത്തിന് അവൾ തന്നെ കൂടുതൽ വിധേയമാക്കി. കഷ്ടതകൾ അനുഭവിച്ചിരുന്നവരെ അവൾ സമാശ്വസിപ്പിക്കുകയും ആധ്യാത്മിക അന്ധകാരത്തിൽപ്പെട്ടവരെ തിരുത്തുകയും കാലഘട്ടങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചുള്ള വേദനാകരമായ മുൻ അനുഭവങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു പോന്നു. ഇവയിലെല്ലാം സ്വന്തം സ്വഭാവദാർഢ്യവും ദൈവത്തിൻ്റെ ഉറപ്പിക്കപ്പെട്ടിരുന്ന ഒരു മനസ്സിൻ്റെ തെളിമയുമാണ് അവൾ പ്രകടിപ്പിച്ചു പോന്നത്. ഫാദർ ബിഗ്ലിയോറിനിയും ആദ്യ ലേഖനങ്ങളും. 1942 ഫാദർ റോമുവാൾഡ് മിഗ്ലിയോറിനി എന്ന മിഷണറി വൈദികൻ മരിയയെ സന്ദർശിക്കാനിടയായി. മരിയദാസന്മാർ എന്ന സന്യാസ സഭാംഗമായിരുന്ന അദ്ദേഹം 4 വർഷം മരിയയുടെ ആധ്യാത്മിക പിതാവായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് മരിയ സ്വന്തം ജീവചരിത്രം എഴുതാൻ സമ്മതിച്ചു. എല്ലാ നന്മകളും എല്ലാ തിന്മകളും വ്യക്തമായി എഴുതാനുള്ള അനുവാദം അവൾ വാങ്ങി. ബുദ്ധിയും കഴിവുകളും അധ്വാനിക്കാനുള്ള താല്പര്യവുമെല്ലാം ഉണ്ടായിരുന്ന മരിയയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടമായിരുന്നു. തൻ്റെ രോഗാവസ്ഥ ജോലി ചെയ്യുന്നതിനോ എഴുതുന്നതിനോ തടസ്സമായി അവൾ കരുതിയില്ല. സ്ത്രീ സഹജമായ എല്ലാ കഴിവുകൾക്കും പുറമെ ഒരു എഴുത്തുകാരിയാവാനുള്ള ജന്മവാസനയും അവൾക്കുണ്ടായിരുന്നു. ഈ പ്രത്യേക കഴിവ് അവൾ സ്വയം ബലിയാക്കി ആർക്ക് സമർപ്പിച്ചോ ആ ദൈവത്തിൻ്റെ സേവനത്തിനായി അവിടത്തേക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തു. സ്വഭാവാതീതമായ പ്രചോദനത്താൽ പ്രേരിതയായി 1943 ഏപ്രിൽ 23 ദുഃഖവെള്ളിയാഴ്ച ദിവസം അവൾ ഭാഷണങ്ങൾ എഴുതാൻ തുടങ്ങി. ജീവചരിത്രം അതിനു മുൻപ് തന്നെ എഴുതി തീർത്തു. അമ്മയുടെ മരണം. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു ഒക്ടോബർ 4 മരിയയുടെ അമ്മ മരണമടഞ്ഞു. മരിയയ്ക്ക് ലഭിച്ച സ്വർഗീയ ദൗത്യങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നില്ല. അമ്മയുടെ കാർക്കശ്യം വകവയ്ക്കാതെ ഒരു ഉത്തമപുത്രിയെപ്പോലെ മരിയ അമ്മയെ സ്നേഹിച്ചിരുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം വീട്ടിൽ മരിയയും മാർത്തായും മാത്രം അവശേഷിച്ചു. നിഗൂഢാത്മക ലേഖിക. എഴുത്തുകാരി എന്ന നിലയിൽ അവൾ തീവ്രമായ പ്രവർത്തനത്തിലേർപ്പെട്ടത് 1943 മുതൽ 1947 വരെയായിരുന്നു. അതിനുശേഷവും 1953 വരെ എഴുതിയിരുന്നെങ്കിലും അത് ക്രമേണ കുറഞ്ഞു വന്നു. അങ്ങനെ യുദ്ധകാലത്തെ അത്യന്തം പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് അധികം കുറിപ്പുകളും അവൾ എഴുതിയിട്ടുള്ളത്. യുദ്ധ സാഹചര്യത്തിൽ 1944 ഏപ്രിൽ 24 സ്വന്തം വീട്ടിൽ നിന്ന് അവൾ മാറി താമസിക്കേണ്ടി വന്നു. സെൻറ് ആൻഡ്രൂസ് ഇടവകയിലാണ് ഡിസംബർ വരെ കഴിഞ്ഞുകൂടിയത്. ഡിസംബർ 23 സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു.
കിടക്കയിൽ ഇരുന്നു കൊണ്ടാണ് അവൾ എഴുതിയിരുന്നത്. മടക്കിയ മുട്ടുകളിൽ ഒരു കാർഡ്ബോർഡ് വെച്ച് അത് മേശയാക്കി സാധാരണ നോട്ട്ബുക്കുകളിൽ അവൾ എഴുതി. ഏത് സമയത്തും പകലോ രാത്രിയിലോ ക്ഷീണം വരെയുള്ളപ്പോഴോ വേദന കൊണ്ട് തളർന്നിരിക്കുമ്പോഴോ അവൾക്ക് എഴുതാൻ കഴിഞ്ഞു. അയജ്ഞലളിതവും സ്വാഭാവികവുമായ രീതിയിൽ വീണ്ടും ഒരു ഭേദഗതി ആവശ്യപ്പെടാത്ത മട്ടിൽ അവൾ എഴുതി. എന്തെങ്കിലും കാരണവശാൽ എഴുത്തിന് തടസ്സം നേരിട്ടാൽ എഴുത്ത് നിർത്തി ആവശ്യമായ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ച ശേഷം വീണ്ടും തുടർന്നെഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നില്ല. സഹായക ഗ്രന്ഥങ്ങളായി വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ 10-ാം പീയൂസിൻ്റെ മതപഠന പുസ്തകവും മാത്രമാണ് അവൾ ഉപയോഗിച്ചിട്ടുള്ളത്. എഴുതുക എന്നത് തൻ്റെ പ്രത്യേക ദൗത്യമായി സ്വീകരിച്ച മരിയ മറ്റു ചുമതലകളിൽ അനാസ്ഥ കാട്ടിയിരുന്നില്ല. തന്നോട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരുടെ ക്ലേശങ്ങളിൽ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും ആവശ്യമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ വീരോചിതമായ ത്യാഗങ്ങൾ രഹസ്യമായി അനുഷ്ഠിച്ച് അവരുടെ വേദനകൾ നീങ്ങുന്നതിന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ദാരുണമായ പല പ്രശ്നങ്ങളും അങ്ങനെ അത്ഭുതകരമായി പരിഹരിക്കപ്പെട്ടു. തൻ്റെ മാതൃരാജ്യത്തോടുള്ള സ്നേഹം നിമിത്തം മരിയ പൗരധർമ്മങ്ങൾ താൽപ്പര്യപൂർവ്വം അനുഷ്ഠിച്ചിരുന്നു. 1948 തിരഞ്ഞെടുപ്പിന് ആംബുലൻസിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയി അവൾ വോട്ട് ചെയ്യുകയുണ്ടായി. തൻ്റെ നിരന്തരമായ ജോലിയും സഹനവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇടമുറിയാതെ അവൾ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിനോടുള്ള ശക്തമായ ഐക്യത്തിൻ്റെ ബാഹ്യചിഹ്നങ്ങളൊന്നും തനിക്ക് നൽകരുത് എന്ന് അവൾ പ്രാർത്ഥിച്ചു. ഈശോ അവളെ തൻ്റെ വിശ്വസ്ത വക്താവും തൂലികയുമായി ഉപയോഗിച്ചു. അവൾക്ക് ലഭിച്ച ദർശനങ്ങളിലും അവൾ കേട്ടിരുന്ന തിരുവചനങ്ങളിലും കൂടെ ഈശോ അവൾക്ക് സ്വയം വെളിപ്പെടുത്തി. മരിയയുടെ ലേഖനങ്ങൾ. മരിയ എഴുതിയ കുറിപ്പുകൾ 15,000 പേജുകളോളം വ്യാപിച്ചു കിടക്കുന്നു. അവയിൽ 2/3 ഭാഗവും ഈശോയുടെ ജീവചരിത്രമാണ്. മറ്റു ലേഖനങ്ങൾ ചില ബൈബിൾ വാക്യങ്ങളുടെ വ്യാഖ്യാനവും ചില തത്വങ്ങളുടെ പ്രതിപാദനവും ആദിമ ക്രിസ്ത്യാനികളുടെയും രക്തസാക്ഷികളുടെയും മറ്റും ചരിത്രവും ഉൾക്കൊള്ളുന്നു. മരിയയുടെ പ്രസ്താവനകളിലൊന്ന് ഇങ്ങനെ പറയുന്നു: ഞാൻ എഴുതുന്നത് എന്താണെന്നറിയാൻ മാനുഷികമായ ഒരു ഉറവിടവും എനിക്ക് ലഭിച്ചിരുന്നില്ല. പലപ്പോഴും ഞാൻ എഴുതുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിരുന്നുമില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു. ദൈവനിവേശിതമായി താൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ കർത്തൃയായി അവൾ തന്നെ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇവ കൂടാതെ അവൾ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ ലേഖനങ്ങളും കുറേ നല്ല കത്തുകളും എഴുതിയിട്ടുണ്ട്. അവയെല്ലാം അവളുടെ വ്യക്തിത്വത്തിൽ വിളങ്ങിയിരുന്ന മാനുഷിക ഭാവങ്ങളും ധീരതയും വെളിവാക്കുന്നു. തൻ്റെ എല്ലാ കഴിവുകളും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സേവനത്തിന് പൂർണ്ണമായി വീരോചിതമായി സമർപ്പിച്ചിരുന്നു എന്നും അവ വ്യക്തമാക്കുന്നുണ്ട്. ബുദ്ധിയുടെ സമർപ്പണം. മരിയയുടെ കൃതികൾക്ക് സഭാ അധികാരികളുടെ അംഗീകാരം ലഭിക്കാതിരുന്നതുകൊണ്ട് ആ വലിയ ത്യാഗം അവൾ 1949 ഏപ്രിൽ 18-ാം തീയതി ദൈവത്തിന് കാഴ്ചവെച്ചു. അതോടുകൂടി തന്നെ അവളുടെ ബുദ്ധിയും പരിപൂർണ ബലിവസ്തുവായി നാഥന് സമർപ്പിച്ചു. കർത്താവ് അവളുടെ അർപ്പണത്തെ അപ്രകാരം തന്നെ സ്വീകരിച്ചു. കാരണം അവളുടെ ദൗത്യം പ്രചരിക്കുന്നതിന് തടസ്സം അനുഭവപ്പെട്ടതോടെ അവൾ ക്രമേണ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുവാൻ തുടങ്ങി. അങ്ങനെ മാനസികമായ ഒരു ഏകാന്തതയിലേക്ക് അവൾ വലിഞ്ഞു. 1956 മുതൽ അത് പ്രകടമായിരുന്നു. ബുദ്ധിക്ക് സംഭവിച്ച ഈ വ്യത്യാസത്തിൻ്റെ ഒന്നാമത്തെ അടയാളം അവളുടെ കത്തുകളിൽ വലിയ അക്ഷരങ്ങൾ അധികമായി ഉപയോഗിച്ചു കാണുന്നതാണ്. അതേ തുടർന്ന് കടലാസ് രൂപങ്ങളെടുത്ത് ഈശോ ഞാൻ അങ്ങയിൽ പ്രത്യാശ വെക്കുന്നുവെന്ന് നിറയെ എഴുതുവാൻ തുടങ്ങി. ചിലപ്പോഴെല്ലാം അവ എണ്ണി നോക്കി അവയ്ക്ക് ലഭിക്കുന്ന ദണ്ഡവിമോചനം എത്രയാണെന്ന് കണക്കാക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒന്നുകിൽ എഴുതുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ മടിപിടിച്ചു കട്ടിലിൽ കിടക്കാതിരുന്ന മരിയ ക്രമേണ ഒന്നും ചെയ്യാതെയായി. സംഭാഷണത്തിൽ തെറ്റുകൾ വന്നു തുടങ്ങി. അവൾക്ക് സ്വതസിദ്ധമായിരുന്ന ഫലിതോക്തികൾ അനവസരങ്ങളിൽ പറയാൻ തുടങ്ങി. ക്രമേണ സംസാരവും ചുരുങ്ങി. ചില വാക്കുകൾ അവസാനം കേട്ടവ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. സംഭാഷണത്തിൽ ഒരു താല്പര്യവും കാണിക്കാതിരിക്കുക ഇത് സ്വഭാവമായി തീർന്നു. ചിലപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറയും, സൂര്യൻ്റെ പ്രകാശം എത്ര ശക്തിയാണിവിടെ എന്ന്. എന്നാൽ അവളുടെ കണ്ണുകൾ എപ്പോഴും തെളിവുറ്റതായിരുന്നു. പ്രകൃത്യം എപ്പോഴും ശാന്തമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഭക്ഷണം കൊടുക്കുന്നത് കഴിക്കുകയും ചെയ്തിരുന്നു. അവളുടെ ലേഖനത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവൾ ചുരുക്കമായും കൃത്യമായും ശരിയായ ഉത്തരം നൽകിയിരുന്നു. അപ്പോഴെല്ലാം സംഭാഷണത്തിനുള്ള കഴിവ് താൽക്കാലികമായി വീണ്ടുകിട്ടിയിരുന്നതുപോലെ തോന്നി. മരണവും സംസ്കാരവും. രോഗം വർദ്ധിച്ചു വന്നതോടെ 1961 സെപ്റ്റംബർ 16-ാം തീയതി അവളെ പീസായിലുള്ള വ്യാകുല മാതാവിൻ്റെ ദാസികൾ നടത്തുന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ മാസം അവസാനം വരെ ആശുപത്രിയിൽ കഴിഞ്ഞു. രോഗത്തിന് ശമനമൊന്നും കാണാതിരുന്നതിനാൽ തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോന്നു. ഒക്ടോബർ 12-ാം തീയതി രാവിലെ 10:30 അവൾ മരിച്ചു. മരിക്കുമ്പോൾ മരിയയ്ക്ക് 65 വയസ്സുണ്ടായിരുന്നു. മരിച്ചത് രോഗത്തിൻ്റെ 28-ാം വർഷവും.
മരണസമയത്ത് ഫാദർ ഇന്നസെന്റ് സൊറോവേത്തി സമീപത്തുണ്ടായിരുന്നു. മരിയദാസന്മാർ എന്ന സംഘത്തിൻ്റെ സഹറക്ടറായിരുന്നു അദ്ദേഹം. മരിയ ഈ സംഘത്തിൻ്റെയും ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെയും അംഗമായിരുന്നു. വൈദികൻ ക്രിസ്തീയ ആത്മാവെ ഈ ലോകത്തോട് വിട പറയുക എന്നുച്ചരിച്ച ആ നിമിഷത്തിൽ തന്നെ മരിയയുടെ പാവനാത്മാവ് ശരീരം വിട്ടു. അത് മരിയയുടെ അനുസരണത്തിൻ്റെ അന്തിമ പ്രകടനമായിരുന്നു. 1944 ഒരു കുറിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈശോ മരണത്തെക്കുറിച്ച് അവളോട് പറഞ്ഞിരുന്നുവെന്നാണ്. കുറിപ്പിൽ ഇങ്ങനെ കാണുന്നു: നീ എന്നേക്കുമായി എൻ്റെ രാജ്യത്തിലാണെന്നറിയുമ്പോൾ നിനക്കെത്ര സന്തോഷമായിരിക്കും. അതോ ദുരിതം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും നീ തന്നെ അറിയാതെ ഇവിടെ വന്നു ചേർന്നല്ലോ എന്ന് നീ വിചാരിക്കും. അമ്മയെ സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്ന ഈ കുഞ്ഞ് ഉണർന്നു നോക്കുമ്പോൾ അമ്മ വന്നു തന്നെ തഴുകുന്നതായി കാണുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും അത്. അപ്രകാരമായിരിക്കും നിന്നോട് ഞാൻ പ്രവർത്തിക്കുക. അവളുടെ ശരീരം സ്വന്തം ശയ്യയിൽ തന്നെ അവളുടെ സഹനത്തിന്, തിരക്കിട്ട ലേഖനരചനയ്ക്കും ആത്മസമർപ്പണത്തിൻ്റെ നിരന്തരമായ ആവർത്തനങ്ങൾക്കും ഭാഗ്യപൂർണമായ മരണത്തിനും സാക്ഷിയായിരുന്ന അതേ ശയ്യയിൽ തന്നെ കിടത്തപ്പെട്ടു. മരണത്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവൾ തന്നെ കരുതി വച്ചിരുന്ന വസ്ത്രങ്ങൾ അണിയിച്ചു. മാമോദീസായ്ക്ക് ഉപയോഗിച്ച നെറ്റ് തന്നെ ശിരസിൽ അണിയിച്ചു. സ്വന്തം ഓർമ്മയ്ക്കായി അച്ചടിക്കാനുള്ള വാചകവും അവൾ തിരഞ്ഞെടുത്തു വെച്ചിരുന്നു: ഞാൻ സഹനം പൂർത്തിയാക്കി, എന്നാൽ സ്നേഹം എന്നും തുടർന്നുകൊണ്ടിരിക്കും. അവളെ സന്ദർശിക്കാനെത്തിയത് ഗണനീയമായിരുന്ന ചുരുക്കം വ്യക്തികൾ മാത്രമായിരുന്നു. അവരെല്ലാവരും കർത്താവിൻ്റെ തൂലിക എന്ന് പറയപ്പെട്ടിരുന്ന അവളുടെ വലതുകൈയുടെ പ്രകാശം കണ്ടു. ഇടത്തുകൈ നിറം മാറി തുടങ്ങിയിരുന്നു. അവളുടെ മേശയായി ഉപയോഗിച്ച മടക്കിയ കാൽമുട്ടുകൾ മടങ്ങിത്തന്നെയിരുന്നു. ശവസംസ്കാരം ഒക്ടോബർ 14 രാവിലെ നടന്നു. മരിയ നിർദ്ദേശിച്ചിരുന്നതുപോലെ വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു അത്. വിശുദ്ധ പൗളിനോസിൻ്റെ ഇടവക പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം ഏതാനും മോട്ടോർ കാറുകളുടെ അകമ്പടിയോടെ മൃതശരീരം മേഴ്സി സെമിത്തേരിയിലേക്ക് സംസ്കരിക്കപ്പെട്ടു. മൃതശരീരം മാറ്റിസ്ഥാപിക്കുന്നു. 10 വർഷത്തിന് ശേഷം, അതായത് 1971 ഒക്ടോബർ 12 അവളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് കുടുംബ കല്ലറയിൽ സ്ഥാപിച്ചു. അവ 1973 ജൂലൈ 2 രാഷ്ട്രീയ അധികാരികളുടെയും സഭാ അധികാരികളുടെയും അനുമതിയോടെ ഫ്ലോറൻസിലേക്ക് കൊണ്ടുപോയി അനൻസിയേഷൻ ബസിലിക്കയുടെ മധുബഹായിൽ സ്ഥാപിച്ചു. കുറിപ്പുകളുടെ പ്രചരണം. മരിയയുടെ കുറിപ്പുകൾ അവളുടെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിൽ പേര് വയ്ക്കാതെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവ ലോകം മുഴുവനിലും സ്വാഗതം ചെയ്യപ്പെട്ടു. ഇറ്റലിയിലും വിദൂര രാജ്യങ്ങളിലും പ്രത്യേക പ്രചാരണ ജോലി കൂടാതെ അവ പ്രസിദ്ധമായി. അവ നൽകുന്ന സന്ദേശങ്ങൾ മനുഷ്യഹൃദയങ്ങളെ ആകർഷിച്ചു. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ സന്ദേശം മനുഷ്യഹൃദയങ്ങളെ നന്മയിലേക്ക് ആനയിച്ചു. 1943 ഓഗസ്റ്റ് 23 കർത്താവ് അവളോട് ഇപ്രകാരം പറഞ്ഞിരുന്നു: എൻ്റെ ദാനം ഉപയോഗപ്പെടണമെങ്കിൽ നല്ല വിവേചനമുണ്ടായിരിക്കണം. ശബ്ദദായനമായ പരസ്യ പ്രസിദ്ധീകരണമല്ല, പിന്നെയോ സാവകാശത്തിലുള്ള ഒരു വളർച്ചയും വികാസവുമായിരിക്കും അതിനുണ്ടാവുക. ആരുടെ പേരും അതിനോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. നിന്റെ കരങ്ങൾ നിത്യവിശ്രമത്തിൽ ചലനമില്ലാതിരിക്കുമ്പോൾ പുനരുദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന അവസരത്തിൽ നിന്റെ പേര് അറിയപ്പെട്ടു തുടങ്ങും. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. പല ഖണ്ഡങ്ങളിലായി രചിച്ചിട്ടുള്ള ഈ കൃതിയുടെ മുഖ്യഭാഗം ഈശോയുടെ ജീവചരിത്രമാണ്. അത് കന്യകമാതാവിൻ്റെ ജനനം, ബാല്യം എന്നിവയിൽ ആരംഭിച്ച് അവളുടെ സ്വർഗാരോപണത്തിൽ അവസാനിക്കുന്നു. മരിയയുടെ ലേഖനത്തിൽ കൊച്ചു ജൂണിന് വെളിവാക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന പേരാണ് നൽകപ്പെട്ടിരുന്നത്. എന്നാൽ ആദ്യ പ്രസിദ്ധീകരണത്തിൽ കുറെ കൂടി ലളിതമായി ഈശോയുടെ കവിത എന്ന് പേര് നൽകപ്പെട്ടു. എന്നാൽ ഈ പേര് വേറെ ഏതോ ഗ്രന്ഥത്തിനുണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പേര് നൽകപ്പെട്ടു. ആ പേരാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്നാലും ഇതൊരു സുവിശേഷം തന്നെയാണ്. നിലവിലുള്ള സുവിശേഷത്തെ മാറ്റുന്നതോ അതിന് പകരമുള്ളതോ അല്ല. പ്രത്യുത അതുതന്നെ ആവർത്തിച്ചു പറയുന്നതാണ്. ഇത് കൂടുതൽ വെളിച്ചം വീശി കൂടുതൽ വ്യക്തതയും പരസ്പര ബന്ധവുമുള്ള വിവരങ്ങളാൽ മനുഷ്യഹൃദയങ്ങളിൽ ഈശോയോടും മാതാവിനോടുമുള്ള സ്നേഹം ഉജ്ജീവിപ്പിക്കുന്നു. ഓരോ സംഭവത്തിൻ്റെയും പഠനത്തിൻ്റെയും പശ്ചാത്തലവും പരസ്പരബന്ധവും എല്ലാം വെള്ളിത്തിരയിലെന്ന പോലെ സജീവമാക്കുന്നു. ഇവയെല്ലാം മരിയ വാൾത്തോർത്താക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു. അവളെ കൊച്ചുജോൺ എന്നാണ് ഈശോ വിളിച്ചിരുന്നത്. തൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന യോഹന്നാൻ സുവിശേഷകനോട് അടുത്തൊരു സ്ഥാനം മരിയയ്ക്ക് നൽകുവാനാണ് ഈശോ മരിയയെ അങ്ങനെ വിളിച്ചത്.
കൊച്ച എന്ന് കൂട്ടിച്ചേർത്തതിൻ്റെ കാരണം അവളുടെ ലേഖനങ്ങൾ വിപുലമാണെങ്കിലും സുവിശേഷകന്മാരുടെ പുസ്തകങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. കാതലായ കാര്യങ്ങളെല്ലാം സുവിശേഷകന്മാർ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്.